Ajitha, daughter of Krishnan Vaidyan and A. Subhadra, was born at Nedumangad in Trivandrum. She completed her primary education from Nedumangad Town Government LPS and Government Cotton Hill Girls School. She completed her graduation in BSc Botany and MA in Hindi from Government Women's College, Trivandrum. Ajitha teacher's admission to Cochin University marked a significant turning point in her life and was highly fortunate. കുട്ടി ഞാൻ പരിചയപ്പെട്ടപ്പോൾ അത് പറഞ്ഞ് ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ എംഫിൽ ചെയ്യാണെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് എത്തുന്നതാണ് എംഫിൽ. ഈ കുട്ടി പറഞ്ഞത് എന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നു. സെക്കൻഡ് ഇയർ പഠിക്കുകയായിരുന്നു. അപ്പൊ അത് പറഞ്ഞ് പേപ്പറിൽ പരസ്യം വരുന്നു പറഞ്ഞു. അപ്പൊ അതിനുശേഷം ഞാൻ പത്രം അയച്ചു പൊറുക്കി നോക്കാൻ തുടങ്ങി. ഒരു ദിവസം ഇത് വന്ന് ഓടിപ്പോയി അമ്മയെ കാണിച്ചു അപേക്ഷിച്ചിട്ട് കൊച്ചിന് പേരറിയില്ല കേട്ടോ. ജീവിതത്തിന്റെ വഴിത്തിരിവണ്ടിലുള്ള മൈൽസ്റ്റോണാണ്, മറക്കൂല. As desired, she obtained her MPhil from Cochin University of Science and Technology, followed by her doctorate. She started her career as a lecturer at Nirmala College, Coimbatore. She then worked at Sri Narayana Colleges in Natiga and Shornur as a lecturer and reader. Ajitha teacher started her career at Cochin University of Science and Technology in 2006 as a reader and afterwards held the positions of Associate Professor, Professor, Head of the Department and Senior Professor. As you embark on the journey of retirement, we gather to celebrate the remarkable career of a teacher whose dedication, passion and unwavering commitment have touched the countless lives over the years. Dr. K. Ajitha, Senior Professor, Department of Hindi, ഏപ്രിൽ മാസം 30-ാം തീയതി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ്. അവരുടെ റിട്ടയർമെൻറ്റ് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിനും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയ്ക്കും വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഡോക്ടർ കെ അജിത 2006 ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ റീഡർ തസ്തികയിൽ ജോയിൻ ചെയ്തത്. അതിനുശേഷം ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുകയും അതോടൊപ്പം യൂണിവേഴ്സിറ്റിയുടെ വിവിധ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്തു. ഏതാണ്ട് 2 വർഷത്തോളം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ രജിസ്ട്രാറായി അവർ ചുമതല ഏറ്റെടുക്കുകയുണ്ടായി. ഈ കാലത്ത് യൂണിവേഴ്സിറ്റിയുടെ പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനും യൂണിവേഴ്സിറ്റിയെ നമ്മുടെ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തുന്നതിനും ധാരാളം കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഡീൻ ഫാക്കൽറ്റി ഓഫ് ഹ്യൂമാനിറ്റീസായി അവർ കഴിഞ്ഞ 6 വർഷത്തോളം ജോലി ചെയ്യുകയുണ്ടായി. അക്കാഡമിക് രംഗത്ത് യൂണിവേഴ്സിറ്റിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് അവരുടെ ഈ ചുമതല വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും പഠനത്തിലും ഗവേഷണത്തിലും അതുപോലെ തന്നെ മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളിലും എല്ലാം വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ച ഡോക്ടർ അജിതയുടെ റിട്ടയർമെൻറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഡോക്ടർ കെ അജിതയെ 1986 മുതൽ എനിക്ക് അറിയാം. ഞങ്ങൾ ഏതാണ്ട് ഒരേ സമയത്താണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സും റിസർച്ച് ഡിഗ്രിയും പാസ്സായിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റ് ഗവേഷക വിദ്യാർത്ഥികളുമായിട്ടുള്ള പരിചയത്തോടൊപ്പം തന്നെ ഡോക്ടർ കെ അജിതയും അജിതയുടെ ഭർത്താവ് ഡോക്ടർ രവിയെയുമൊക്കെ വളരെ നല്ല സൗഹൃദം പുലർത്തി വന്നിരുന്നു. അങ്ങനെ വ്യക്തിപരമായിട്ടും ഡോക്ടർ കെ അജിതയുടെ റിട്ടയർമെൻറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ്. എന്നിരുന്നാലും അവരുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അക്കാഡമിക് മേഖലയിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ തുടർന്നും നടത്തിക്കൊണ്ട് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയ്ക്ക് കൂടുതൽ കരുത്തുറ്റ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരുടെ റിട്ടയർമെൻറ്റ് ജീവിതം കൂടുതൽ അക്കാഡമിക് തലത്തിൽ മുന്നേറാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
The teacher was an undeniable presence, not only in curricula but also in extracurricular subjects and administration. She was the director of Women's Studies Center, member of Syndicate, member of Senate, presiding officer's Internal Complaints Committee, member of Academic Council, General Council member of various organizations, and registrar in charge of Cochin University of Science and Technology. പ്രൊഫസർ അജിതയുമായി എനിക്ക് വളരെയേറെ വർഷങ്ങളായിട്ടുള്ള ഒരു വലിയ നല്ല സുഹൃത്ബന്ധമാണ് ഉള്ളത്. നാട്ടിക SN കോളേജിൽ തുടങ്ങി പിന്നീട് യൂണിവേഴ്സിറ്റിയിൽ വന്നതിന് ശേഷവും അത് തുടരാനായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ടീച്ചർ ഇവിടെ രജിസ്ട്രാർ ഇൻ ചാർജ് ആയിരിക്കുന്ന സമയത്താണ് പിന്നീട് നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം എനിക്ക് ടീച്ചറെ വീണ്ടും കാണാനായിട്ട് അവസരം കിട്ടിയത്. അന്ന് ഞാനിവിടെ വരുമ്പോൾ ടീച്ചർ രജിസ്ട്രാർ ഇൻ ചാർജാണ്. ഞാൻ അറിഞ്ഞിടത്തോളം ഒരു വനിത രജിസ്ട്രാർ പദം അലങ്കരിക്കുന്നത് ടീച്ചറാണ് തുടക്കം കുറിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ഒരു അവസരത്തിൽ എന്തുകൊണ്ട് എനിക്കും ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തുകൂടാ എന്നുള്ളൊരു വിചാരവും അല്ലെങ്കിൽ ഒരു പ്രേരണയും ഒരു പ്രചോദനവുമൊക്കെ തോന്നാൻ കാരണം ടീച്ചർ ഈ തുടക്കം കുറിച്ച ഈ ഒരു പ്രോസസ്സിൽ നിന്നാണ് എന്നെനിക്ക് സന്തോഷമായി പറയാൻ സാധിക്കും. അതിനുശേഷം ഞാനിവിടെ രജിസ്ട്രാറായി ചുമതല എടുക്കുമ്പോൾ അത് ശരിക്കും കോവിഡ് കാലഘട്ടത്തിലായിരുന്നു. വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. അപ്പോഴെല്ലാം വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തന്ന് ജോലി വളരെ സ്മൂത്തൻ ചെയ്യാനായിട്ട് ടീച്ചർ എന്നെ വളരെയധികം സഹായിച്ചു എന്നുള്ളതും വളരെ കൃതജ്ഞതയോടുകൂടി ഞാൻ ഓർക്കുന്നു. അതിനുശേഷം ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിലെ മേധാവിയായിട്ട് ടീച്ചർ തുടർന്നു. ആ കാലങ്ങളിലൊക്കെയും ഇടയ്ക്കൊക്കെ പല ഒഫീഷ്യൽ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ നോട്ട് ചെയ്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ടീച്ചർ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസിനോടും അതുപോലെ തന്നെ ബാക്കി സ്റ്റാഫിനോടും അല്ലെങ്കിൽ അവരെല്ലാം കൂടെ ഒന്നിച്ചു ചേർത്ത് ഒരു കൂട്ടായ്മയായി ആ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ പിന്നീടും സിൻഡിക്കേറ്റ് മെമ്പറായും അതുപോലെ വിമൻ സ്റ്റഡി സെൻറ്ററിൻ്റെ കോർഡിനേറ്ററുമായിട്ടൊക്കെ ടീച്ചർ പല റോളുകളിലും ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ടീച്ചറിൻ്റെ പ്രവർത്തന രീതി എനിക്ക് വളരെ നന്നായിട്ട് അടുത്ത് മനസ്സിലാക്കാനായിട്ട് നിരീക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ടീച്ചറിൻ്റെ ഒരു വിശിഷ്ടമായ ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വളരെ സൗമ്യമായിട്ടുള്ളൊരു പെരുമാറ്റവും അതേസമയം വളരെ ഉറച്ച നിലപാടുള്ള ഒരു വ്യക്തി, ഇത് രണ്ടും കൂടി ചേർന്ന ഒരു വിശിഷ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ടീച്ചർ എന്നെനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ സ്ത്രീകളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ ലിംഗസമത്വം എന്നിങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ വളരെ ഒരു കർശന നിലപാട് അല്ലെങ്കിൽ ഉറച്ച നിലപാടെടുത്ത് കാര്യങ്ങൾ വ്യക്തമാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ടീച്ചർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അക്കാഡമിക്കായിട്ടുള്ള തലത്തിലും ഭരണ നിർവഹണത്തിലുമൊക്കെ വളരെ ഉദാത്തമായ പ്രകടനം കാഴ്ചവെച്ച ടീച്ചർക്ക് ഇനിയും ഇതിലും ഉന്നതമായ സ്ഥാനങ്ങൾ കിട്ടും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആശംസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിന് ആശംസ ഇവിടെ വേണോ എന്നുള്ളൊരു സംശയവും എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. എന്തുതന്നെ ആയാലും ടീച്ചർക്കും ടീച്ചറിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. പിന്നെ ഞാൻ ആദ്യം പരാമർശിച്ചതുപോലെ ഞങ്ങളുടെ ജോലിയുടെ തുടക്കകാലത്താണ് പരിചയം.
ഇപ്പോൾ റിട്ടയർമെൻ്റ് എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് വിരമിക്കുന്നു എന്നുള്ളതും വളരെ ഒരു യാദൃശ്ചികതയായിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ അതൊരു ചാരിതാർത്ഥ്യം നിറഞ്ഞൊരു നിമിഷമായിട്ടും എനിക്ക് തോന്നുന്നു. ടീച്ചർക്ക് ഒരിക്കൽ കൂടി എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി. The largest advantage and training that Ajitha teacher received was being able to collaborate with the most HODs, notably Dr. Shamim Alia, her personal research mentor. ഈ വീഡിയോയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിനവസരം നൽകിയതിൻ്റെ ഭാരവാഹികളോട് വളരെയധികം നന്ദിയുമുണ്ട്. കുസാറ്റ് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ പ്രൊഫസറും ഫാക്കൽറ്റി ഓഫ് ഹ്യൂമാനിറ്റീസിലെ ഡീനുമായ ഡോക്ടർ അജിത അടുത്ത മാസം ഈ മാസം 31-ാം തീയതി തൻ്റെ ഔദ്യോഗിക ജീവിതത്തോട് വിട പറയുകയാണ്. അജിതയും ഞാനുമായുള്ള പരിചയത്തിന് വളരെയേറെ വർഷങ്ങളുടെ ദൈർഘ്യമുണ്ട്. ആദ്യമായി ഞാൻ അജിയെ പരിചയപ്പെടുന്നത് അജിത എംഫിലിന് ജോയിൻ ചെയ്യാൻ വേണ്ടി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പോഴാണ്. പിന്നീട് അജിതയുടെ എംഫിൽ ഡെസർട്ടേഷൻ്റെ ഗൈഡായി, PhDയുടെ ഗൈഡായി, അങ്ങനെ ആ ബന്ധം കുറേ കൂടി ദൃഢമായി. ഒരു ഗവേഷണ വിദ്യാർത്ഥിയിൽ നിന്നും ഗൈഡ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ആ കുട്ടിയിലെ ചില ഗുണങ്ങളാണ്. വായനയോടും എഴുത്തിനോടുമുള്ള താല്പര്യം, എഴുത്തിലും തിരുത്തിലും മടി കാണിക്കാതിരിക്കുക, കൂടുതൽ അറിയുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുക. ഇതൊക്കെ തന്നെയാണ് ഏതൊരു റിസർച്ച് ഗൈഡും ഒരു റിസർച്ച് സ്റ്റുഡൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അജിതയ്ക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റിസർച്ച് വളരെ സുഗമമായി മുൻപോട്ട് പോയി. അങ്ങനെ PhD ഡിഗ്രി നേടി അജിത ഇവിടെ നിന്ന് പോയി SN കോളേജിൽ കുറേ വർഷം ജോലി ചെയ്തു. പിന്നീട് വീണ്ടും 2006 കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ റീഡറായി ജോയിൻ ചെയ്തു. അങ്ങനെ അജിത എൻ്റെ സഹപ്രവർത്തകയായി. അജിത എൻ്റെ സഹപ്രവർത്തകയായതിനു ശേഷമാണ് ഞങ്ങൾ തമ്മിലുള്ള ഗുരുശിഷ്യ ബന്ധം ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് മാറുന്നത്. വളരെ സുദൃഢമായ ഒരു സുഹൃത്ത് ബന്ധമാണത്. ഇന്ന് വരെ ഈ ബന്ധത്തിന് ഒരു ഏറ്റിട്ടില്ല. ഭാവിയിൽ ഏൽക്കില്ല എന്നെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. സാധാരണ രീതിയിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകരായി ജോയിൻ ചെയ്യുന്നവർ പടിപടിയായി അവർ സ്ഥാനക്കയറ്റമുണ്ട്. പണ്ടൊക്കെ ലെക്ചറർ, റീഡർ, പ്രൊഫസർ എന്നാണ്. ഇപ്പോൾ അത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, സീനിയർ പ്രൊഫസർ എന്നാണ്. അങ്ങനെ ജോയിൻ ചെയ്ത് റിട്ടയർ ചെയ്യുന്ന കാലഘട്ടങ്ങൾക്കുള്ളിൽ ഈ 3 പീരീഡുകളിലാണ്, 3 തസ്തികകളിലായി അവർ ഒതുങ്ങിക്കൂടും. മറ്റ് പദവികളിലേക്കൊന്നും എത്തിച്ചേരാൻ ഒരു 90% അധ്യാപകർക്കും ഭാഗ്യം ലഭിക്കാറില്ല. പക്ഷേ അങ്ങനെ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്ന തസ്തികയോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയിലെ മറ്റു പല പദവികളും അലങ്കരിക്കാനുള്ള ഭാഗ്യം ലഭിച്ച അപൂർവം ചില അധ്യാപികമാരിൽ ഒരാളാണ് അജിത. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഡോക്ടർ അരവിന്ദാക്ഷനും ഡോക്ടർ ശശിയും ഡോക്ടർ അജിതയും അവർക്കാണ് ഈ അപൂർവമായ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ എന്ന നിലയിൽ, സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിൽ, സെനറ്റ് മെമ്പർ എന്ന നിലയിൽ, അക്കാഡമിക് കൗൺസിൽ മെമ്പർ എന്ന നിലയിൽ, വിമൻസ് സെൻറ്റർ ഡയറക്ടർ എന്ന നിലയിൽ, വിമൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ, ഇതിനെല്ലാം ഉപരി വർഷങ്ങളായി പുരുഷന്മാർ മാത്രം അടക്കി വെച്ചിരുന്ന ഒരു പദവിയായിരുന്നു കൊച്ചിൻ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് പദവി. അങ്ങനെ ആദ്യമായി
കൊച്ചിൻ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ വനിതാ പ്രസിഡൻറ്റ് എന്ന സ്ഥാനവും അജിതയ്ക്ക് ലഭിച്ചു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ എല്ലാ പദവികളിലും ഇരുന്നു കൊണ്ട് തന്നെ തൻ്റെ കടമകൾ പൂർണ്ണമായും നിർവഹിക്കുവാൻ അജിതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ അപൂർവമായ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരധ്യാപിക എന്ന നിലയിൽ തൻ്റെ ഔദ്യോഗിക ജീവിതത്തോട് വിട പറഞ്ഞ് പടിയിറങ്ങുമ്പോൾ അജിതയ്ക്ക് പൂർണ്ണമായ സംതൃപ്തിയും സന്തോഷവും ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ പദവികൾക്കെല്ലാം പുറമെ വളരെ ഭംഗിയായി നിർവഹിച്ചൊരു പദവിയുണ്ട് അജിതയ്ക്ക്. അതാണ് ഒരു ഗൃഹനാഥ എന്ന നിലയിൽ. അജിതയുടെ ജീവിത പങ്കാളിയായ പ്രൊഫസർ ഡോക്ടർ രവി നമ്മുടെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ ഞാൻ അജിതയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. अजिता टीचर एक शोध छात्रा के रूप में, मेरी सहयोगी के रूप में और विभाग अध्यक्षा के रूप में निरंतर समग्र दृष्टि से अपना काम निभाती रही। यही नहीं, विश्वविद्यालय से संबद्ध विभिन्न प्रशासनिक कार्यक्रमों में वे हमेशा साथ देती रही। जैसे कला मानवीय संकाय की अध्यक्षा के रूप में, अकादमिक काउंसिल की सदस्य के रूप में, सिंडिकेट की सदस्य के रूप में, रजिस्ट्रार के रूप में, विभिन्न पदों पर वे निरंतर अपना काम कुशलता से निभाती रही। अब इस व्यस्तता से मुक्त होकर सेवा निवृत्त होने पर उसे अध्ययन की यात्रा जारी करने का सुअवसर प्राप्त हुआ। मेरी मनोकामना है कि निरंतर अध्ययन में लगे रहने का स्वास्थ्य और अनुकूल वातावरण उसे निरंतर प्राप्त होते रहे। मेरी शुभकामनाएं। धन्यवाद. ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നാനാവിധമായ വികസനത്തിന് തൻ്റേതായ മികച്ച സംഭാവനകൾ ചെയ്ത അജിത ടീച്ചറിന് ചരിതാർത്ഥ്യത്തോടെ തന്നെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിട പറയാൻ പറ്റുന്നത് ഞാനും സന്തോഷത്തോടെ കാണുന്നു. നല്ല അധ്യാപിക, നല്ല ഭരണ വിദഗ്ധ, നല്ല പ്രഭാഷക, നല്ല വിഷയ അവതാരക, വിഷയങ്ങളെയും കാര്യങ്ങളെയൊക്കെ ദീർഘവീക്ഷണത്തോടെ കാണാൻ കഴിയുന്ന വ്യക്തി, വിമൻ സ്റ്റഡീസ് സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ട് ഹിന്ദി മേഖലയിൽ മാത്രമല്ല മൊത്തം സ്ത്രീ സമൂഹത്തിന് വരെയും നന്മ വരാൻ പ്രയത്നിച്ച അജിത ടീച്ചർ തൻ്റെ ഓരോ പ്രവർത്തനവും ഏറെ മികവോടെയാണ് ചെയ്തു വന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ ഒരു വിഷയം അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ ആ വിഷയത്തെ വളരെ തന്മയത്വത്തോടെയും വിഷയാനുകൂലമായും അടുക്കും ചിട്ടയോടെയും തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അജിത ടീച്ചർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. കുട്ടികളോടേറെ പ്രിയമുള്ള അമ്മസദൃശമായ സ്നേഹം വിതറിയ അധ്യാപികയായിരുന്നു ഡോക്ടർ കെ അജിത ടീച്ചർ. സഹപ്രവർത്തകരോടും വിദ്യാർത്ഥികളോടുമൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ള ടീച്ചർ ഒരിക്കലും അവരെ ഈ വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെയോ ഭാഗമല്ല എന്നുള്ള രീതിയിൽ കണ്ട് പെരുമാറിയിട്ടില്ല. എല്ലാവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ടീച്ചർ ആദ്യം മുതലേ ചെയ്തു വന്നിട്ടുള്ളത്.
ഞാനും ടീച്ചറും സിൻഡിക്കേറ്റിലും സെനറ്റിലും അക്കാഡമിക് കൗൺസിലിലും ബോർഡ് ഓഫ് സ്റ്റഡീസിലും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ടീച്ചറുടെ ഒരു നേതൃത്വ പാഠവും ഇവിടെയൊക്കെ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം കൊച്ചി യൂണിവേഴ്സിറ്റി ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വിരമിക്കുന്ന പ്രൊഫസർ കെ അജിത ടീച്ചർക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. Ajita teacher is the author of many books and articles that are an asset to Hindi literature and an organizer with wide circle of friends. Through thick and thin, her friend circle stood as a testament to the bonds of friendship and solidarity. आप सबको नमस्कार। बहुत सालों बाद जब कुसैट से मुझे अजिता जी का निमंत्रण मिला कोचीन आने को, तो बहुत ही आनंद हुआ। और वहाँ पर जो मैंने देखा कि विद्यार्थियों का जो शोध का स्तर है और जिज्ञासा है और लेखक के प्रति और साहित्य के प्रति जो उनका अनुराग है, तो मुझे लगा कि अजिता जी ने बहुत सालों के परिश्रम से ये माहौल तैयार किया होगा। और अजिता जी का समर्पण, उनका साहित्य प्रेम और उनका साहित्य के प्रति, साहित्यकारों के प्रति उनका लगाव, उनका जो हमारी जो उन्होंने खातिर की, जो हमारा ख्याल रखा, तो मुझे लगा कि ये एक बहुत समृद्ध परंपरा जो साहित्य की और साहित्य के प्रति दृष्टि की जो एक गहनता जो दिखाई पड़ी शोध छात्रों में, उससे बहुत सुंदर माहौल की सृष्टि उन्होंने की है। और मैं समझती हूँ कि ये विरासत आगे चलती रहेगी, क्योंकि किसी भी व्यक्ति के रिटायर हो जाने से जो उसकी सुगंध होती है, कहते हैं कि यदि कोई किसी परिवार में यदि कोई ऐसी शख्सियत होती है जो बहुत अपने आप में बहुत ऊर्जावान और बहुत एक अलग तरह की शख्सियत होती है, तो उसकी सुगंध 7 पीढ़ियों तक रहती है। तो मैं ऐसा उम्मीद करती हूँ कि अजिता जी ने जिस परंपरा की नींव डाली है, जिस परंपरा का वाहन किया है, उसकी खुशबू 7 पीढ़ियों तक चलती रहेगी। तो सेट के लिए ये बहुत सौभाग्य की बात है कि उन्हें अजिता जी जैसा एक मार्गदर्शक और एक कार्यकर्ता उन्हें मिला। आप सबका बहुत धन्यवाद। मैं अलका सरावगी, और कोचीन की स्मृतियाँ मेरे साथ हमेशा बनी रही। साथियों नमस्कार। आज प्रोफेसर के अजिता जी एक दीर्घ शिक्षक जीवन व्यतीत करके अवकाश प्राप्त कर रही हैं। मैं इस अवसर पर उनके हिंदी भाषी दोस्तों की ओर से उन्हें बहुत शुभकामनाएं अर्पित करता हूं, और उन्होंने भारतीय समाज की, विशेष रूप से मलयालम समाज की जो सेवा की, उसके लिए धन्यवाद देना चाहता हूं। मैं जब पहली बार केरल गया तो मैं प्रोफेसर के अजिता को एक नाटक के विशेषज्ञ के तौर पर जानता था। बाद में उनके साथ कई तरह से संपर्क हुआ और एक बहुत ही आत्मीय मित्र की तरह हमने समय बिताया। वे अनेक व्यक्तिगत गुणों से भरी हुई एक कर्मठ महिला हैं। उनके व्यक्तित्व की कर्मठता, अनुशासन प्रियता, व्यवस्था प्रियता और उसके साथ साथ हमेशा अकादमिक कामों में संलग्न रहने की उनकी प्रवृत्ति, सकारात्मक और रचनात्मक व्यक्तियों को पहचानने और उन्हें जगह देने की एक प्रवृत्ति उनके भीतर मैंने हमेशा व्यक्तित्व देखी। मैंने पाया कि बहुत अवसरों पर वे एक छोटे कनिष्ठ के रूप में
आप उसे सहकर्मी कहिए, दोस्त कहिए, भाई कहिए, उन्होंने मेरा बहुत ख्याल रखा। अभी पिछले दिनों जब मैं उनके बुलावे पर विश्वविद्यालय गया था तो उस अवसर पर भी मैंने उनके व्यक्तित्व की खूबियों को बहुत गहराई से अनुभव किया। वो जितनी गंभीर अध्येता हैं अपने विषय की, उतनी ही बेहतर तरीके से वह प्रशासन चलाना, लोगों के बीच एक संगठन निर्माण करना और संगठन को कामकाजी बनाए रखना, ये सब उनके व्यक्तित्व में शामिल है। वे अब विश्वविद्यालय में नहीं होंगी, लेकिन मैं जानता हूं कि वो चुप नहीं बैठेंगी, शांत नहीं रहेंगी। वो लगातार अपने अकादमिक अध्ययन को भी जारी रखेंगी और उसके साथ साथ समाज के लिए, हिंदी के लिए, हिंदी भाषी केरल के लोगों के लिए जो वो करती रही हैं वो करती रहेंगी। और इस तरह से उनकी रचनात्मकता और उनकी सक्रियता जो अभी तक हमने देखी है वो आगे भी बनी रहेगी। केरल हिंदी मंडल के अध्यक्ष के रूप में उन्होंने पिछले दिनों जो अभूतपूर्व काम किया है, मुझे लगता है कि उस दिशा में भी वो अपने काम को आगे बढ़ाएंगी। मैं उनके प्रति पुनः हिंदी भाषी समाज की ओर से धन्यवाद करते हुए उन्हें अगले जीवन के लिए बहुत शुभकामनाएं अर्पित करता हूं। वो स्वस्थ रहें, प्रसन्न रहें, उनका पारिवारिक और व्यक्तिगत जीवन सुखमय हो और उसके साथ साथ वो यूं ही रचनात्मक, सकारात्मक और सक्रिय बने रहें। बहुत बहुत शुक्रिया, धन्यवाद। नमस्कार। जब मैं एमए के लिए कोचिन विश्वविद्यालय हिंदी विभाग में आया था तब अजिता जी वहाँ शोध छात्रा थी। अब वे अपनी लंबी सेवा के बाद हिंदी विभाग कोचिन विश्वविद्यालय से सेवानिवृत्त हो रही है। वे मेरे लिए दीदी के समान है और उनके पतिदेव रवि जी भी मेरे लिए भाई के समान है। उनके सेवानिवृत्ति के बाद का जीवन स्वस्थ रहे, सुखी रहे, यही मैं कामना करता हूँ। धन्यवाद। मैं और अजिता जी का परिचय बहुत ही पुराना है। तिरुवनंतपुरम के सरकारी महिला महाविद्यालय में वहाँ की पीजी कक्षाओं में हम दोनों ने सीनियर और जूनियर के तौर पर पढ़ाई की थी। वर्षों बाद श्री शंकराचार्य संस्कृत विश्वविद्यालय, यानी जिस विश्वविद्यालय में मैं अब कार्यरत हूँ, यहाँ के हिंदी विभागाध्यक्ष रहे डॉक्टर पी रवि जी की पत्नी के रूप में भी हमारा परिचय बढ़ता ही गया। आसपास के विश्वविद्यालयों की हिंदी विभागाध्यक्षाओं के रूप में भी हमारा संबंध मजबूत हो गया। विद्वता और विनम्रता अजिता जी के बहुआयामी व्यक्तित्व की अंतरंग पहचान है। दक्षिण भारत में ही नहीं, भारत भर के हिंदी जगत में उनका नाम बड़े आदर के साथ लिया जाता है। उनका शिक्षण कौशल, हर काम में उनकी निष्ठा, उत्कृष्टता भावी पीढ़ी के लिए अनुकरणीय है। कोचिन विश्वविद्यालय के हिंदी विभाग के उत्कर्ष के लिए वे हमेशा प्रयासरत ही रही है। उन्होंने न केवल अपने क्षेत्र में ही सफलता हासिल की है, बल्कि सहकर्मियों के दिलों में भी उन्होंने जगह पा ली है। ऐसा आत्मीयतापूर्ण विदाई समारोह इसका प्रमाण ही है। ऐसा समारोह हमें हमेशा समझाता रहता है कि जीवन हर मोड़ पर जीवन में हमें कभी कभी रास्ता बदलकर यात्रा करनी होगी। और यह समय हमें ये संदेश भी देता है कि हर मोड़ पर नई नई संभावनाएं भी हमारी प्रतीक्षा कर रही है। अजिता जी नए उत्साह के साथ
नए उमंग के साथ आपका जीवन हमेशा प्रसन्नता एवं सफलता से भरा हो। आपका उज्जवल कर्मठ क्रियाशील भविष्य के लिए सारी शुभकामनाएं अर्पित कर रही हूँ। अजिता जी से मेरी मुलाकात पहली बार करीब 38 साल पहले हुई। हम दोनों एमफिल कक्षा में सहपाठी थे। मुझे अभी याद है, वे हमारी कक्षा की सबसे मेधावी छात्रा थी और उस कारण उनको विश्वविद्यालय से छात्रवृत्ति भी मिली थी। एमफिल पूरा करने के बाद हम सब अलग अलग कॉलेजों में प्राध्यापक नियुक्त हुए और 2 हमारे मित्र राजभाषा अधिकारी बनकर केंद्रीय सरकारी सेवा से जुड़ गए। बाद में अजिता जी ने पीएचडी की उपाधि ली और फिर हिंदी विभाग में प्राध्यापक बनकर नियुक्त हुई और वे उस विभाग के अध्यक्ष भी बनी। हिंदी विभाग की उन्नति के लिए उनका काफ़ी सराहनीय योगदान रहा था। जब वे सेवानिवृत्त हो रही है, मैं उनके लिए तहे दिल से शुभकामनाएं देता हूँ। धन्यवाद। नमस्कार अजीता जी, कैसे हैं आप? आज आपके जीवन का एक नया पड़ाव शुरू हो रहा है, एक नई यात्रा है। इसके लिए आपको बहुत बहुत बधाई और शुभकामनाएं। मुझे पूरी आशा है कि जितनी सफलता के साथ अभी तक अपने दायित्वों का निर्वाह किया है, अपने अकादमिक जगत को सफलता के साथ जिया है, आगे भी आपका जीवन इसी सफलता के साथ चलेगा। ये आपका व्यक्तित्व ही था कि आपने पूरे भारत में शायद ही कोई ऐसा हो हिंदी पढ़ने पढ़ाने वाला जिसका परिचय आपसे ना हो। आपने सबको अपने विभाग में आमंत्रित किया जितना संभव था और साहित्य जगत में, अकादमिक जगत में हिंदी की जितनी गतिविधियां हो रही थी उन सब गतिविधियों से अपने विद्यार्थियों को भी जोड़े रखा। ऐसा व्यक्तित्व बहुत कम होता है जो अपने प्रशासनिक दायित्व को भी निभा रहा है, अपने अकादमिक लेखन पठन पाठन से भी सुचारू रूप से जुड़ा हुआ है और अपने विभाग को भी आगे बढ़ा रहा है। तो इस रूप में आपका ये जो व्यक्तित्व है हमेशा आकर्षित करता है। मेरा केरल आना भी आपकी वजह से ही संभव हुआ और आगे के इस नई यात्रा के लिए आपकी यात्रा सुखद हो, आप सफल हो, स्वस्थ रहें, इसकी कामनाओं के साथ बहुत बहुत बधाई और शुभकामनाएं। प्रोफेसर अजिता जी से मेरा परिचय आत्मीयता में तब परिणत हुआ जब पिछले वर्ष मार्च के प्रथम सप्ताह में मन्नू भंडारी पर आयोजित राष्ट्रीय संगोष्ठी में सहभागिता का मुझे अवसर मिला। उनकी अत्यंत अंतरंग आत्मीयता, उनका आतिथ्य सत्कार, उन वैयक्तिक रूप से हर एक के सुख सुविधा का ध्यान रखने की उनकी आदत और अकादमिक दक्षता, विद्यार्थियों के साथ अनुशासनपूर्ण उनका व्यवहार, विद्यार्थियों का दायित्व लेना, सारे कार्यक्रम के आयोजन का, इन सब में वे भले ही नेपथ्य में रही हूँ लेकिन साफ दिखाई देता था कि एक कुशल प्रशासक के रूप में वे लगातार अपना काम करती जा रही हैं। प्रोफेसर अजिता मनस्वी हैं, विदुषी आलोचिका हैं। अभी हाल में बनारस विश्वविद्यालय में उनका व्याख्यान आयोजित हुआ था जिसकी बड़ी चर्चा भी हुई थी और मुझे लगता है कि कुसाट के हिंदी विभाग की परंपरा में, उसके अध्यापकों और अध्यक्षों की परंपरा में जो पद उनको मिला, उन्होंने पूरी दक्षता से उसको निभाया और आज वो जो अवकाश ले रही हैं, यह अवकाश मेरी इच्छा है, मेरी कामना है कि इस अवकाश को वो एक नए रूप में, नए अवसर के रूप में इसका उपयोग करें
अपने जीवन संगी प्रोफेसर रवि जी के साथ मिलकर कुछ नए प्रोजेक्ट्स करें, खूब पढ़े लिखें और विद्यार्थियों को अपना उत्तमांश दें। पुस्तकों के रूप में, लेखों के रूप में, अनेक संगोष्ठियों में बोले जाने वाले बातों के रूप में, व्याख्यानों के रूप में वे लगातार सक्रिय रहें और समय मिले तो हम जैसे मित्रों के साथ कुछ समय बिताने का अवसर भी वो निकालें। मैं इस अवसर पर उनके लिए मंगल कामनाएं प्रेषित करती हूँ। प्रोफेसर अजीता जी आज विभाग से जाने के उपलक्ष्य में मैं उन्हें अपनी बहुत हार्दिक शुभकामनाएं देता हूं और इस नई पारी में अजीता जी और रचनात्मक हों, खूब लिखे पढ़ें, हिंदी साहित्य को समृद्ध करें, इसकी मंगल कामनाएँ और शुभकामनाएं देता हूँ। अजीता जी को बहुत बहुत शुभकामनाएं इसमें और मंगल कामनाएं। धन्यवाद। नमस्कार। कोची विज्ञान व प्रौद्योगिकी विश्वविद्यालय की प्रोफेसर के अजीता से जब मिलना हुआ, कभी उनसे कोची में मुलाकात हुई तो कभी दिल्ली में भेंट हुई, मुझे हमेशा ये महसूस हुआ कि वो जितनी कर्मठ, साहसी और रचनात्मक रूप से सक्रिय हैं, उतनी ही मानवीय और संवेदनशील भी हैं। आत्मीयता और सहजता तो मानो उनके दाएं बाएं रहती हैं। उन्हीं की ऊर्जा और सत्प्रयासों से विश्वविद्यालय में ड्रामा क्लब के गठन का सालों से पाला गया सपना अंततः साकार हो पाया। ये उनकी जनतांत्रिक अप्रोच है, यानी अपने सहयोगियों, सहकर्मियों, विद्यार्थियों को साथ लेकर चलने का जो भाव है, उसकी वजह से वो सभी के बीच बहुत जल्द स्नेह का पात्र बन जाती हैं। अपने कार्यकाल में उन्होंने जितने भी सार्थक अकादमिक व सृजनात्मक कार्यों को संपन्न किया, उसके लिए उन्हें मेरी हार्दिक बधाई। कामना है कि आगामी वर्षों में भी वे अपने शेष रचनात्मक सपनों को स्वरूप प्रदान कर पाएं। हमेशा स्वस्थ रहें, स्फूर्तिशील रहें और निरंतर साहित्य व साहित्य से जुड़े लोगों में घिरी रहें, उनमें सक्रिय रहें। धन्यवाद। आत्मीय है। आपकी यूनिवर्सिटी का जो हिंदी विभाग है, उससे मेरा संबंध 2003 से है, जबकि अरविंदाक्शन जी ने 3 सप्ताह के लिए हमें बुलाया था। तो हमारी बहुत शुभकामनाएं, मंगल कामनाएं अजीता जी के स्वस्थ जीवन के लिए। स्वस्थ रहें, वो सुखी रहें, प्रसन्न रहें और निरंतर सक्रिय रहें, लिखती रहें, पढ़ती रहें। लेकिन सबसे पहले नंबर पर मैं उनके स्वास्थ्य की कामना करता हूं और आप लोगों का परिवार जो हिंदी विभाग का है वो बहुत बड़ा है, उससे मेरा एक आत्मीय संबंध स्थापित हो चुका है। आप सबकी मंगल कामना करता हूं भावी जीवन के लिए, अजीता जी के भावी जीवन के लिए, कि वो सुखद हो, सुंदर हो, सक्रिय हो, रचनात्मक हो, स्वास्थ्यकर हो, प्रीतिकर हो, लाभकर हो। अशेष 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 मंगल के। डॉक्टर अजिता प्राध्यापिका की जिंदगी से औपचारिक रूप से सेवानिवृत्त हो रही है। हिंदी विभाग की अध्यक्षा, कोचिन विश्वविद्यालय की कुलसचिव, भाषा संकाय की अध्यक्षा, सिंडिकेट मेंबर जैसे बहुविध पदों पर कर्मरत रही और इन पदों पर रहकर हिंदी विभाग की विशेष रूप से मोटे तौर पर विश्वविद्यालय की फली भांति सेवा की। प्राध्यापिका की हैसियत से अपना अध्यापन कौशल, कुलसचिव की हैसियत से अपना प्रशासन कौशल
जाहिर करने का अवसर उनको मिला। केरल हिंदी साहित्य मंडल की अध्यक्षा की वजह से हिंदी भाषा और साहित्य के प्रचार प्रसार में और एर्नाकुलम की हृदय भूमि में एक आलीशान इमारत बनवाने में उन्होंने अपनी काबिलियत दिखाई। सेवानिवृत्ति के पश्चात वे हिंदी क्षेत्र में सेवारत रहे और उनकी शेष जिंदगी मंगलमय हो। मेरे प्रिय मित्र डॉक्टर के अजिता हिंदी विभाग से विदा ले रही है और अपने कार्यकाल में हिंदी विभाग को एवं विश्वविद्यालय को काफ़ी आगे बढ़ाने में उनका योगदान रहा है। हिंदी विभाग के जो अकादमिक स्तर पूरे केरल में विख्यात है, शायद केरल में ही नहीं पूरे भारत में भी विख्यात है, उस परंपरा को आगे बढ़ाने और उनके अकादमिक और शोधपरक श्रेष्ठता को बनाए रखने में उनकी भी बड़ी भूमिका रही है। उच्च स्तरीय संगोष्ठियों, कार्यशालाओं आदि के द्वारा छात्रों को निरंतर साहित्यिक रुचि बढ़ाने और अकादमिक स्तर पर श्रेष्ठता प्राप्त करने के लिए अपने अध्यापकों को एक साथ जोड़कर आगे बढ़ाने की जो कोशिश उन्होंने की है वो विशेष रूप से स्मरणीय है। एक प्रकार से सबको एक साथ मिलाकर प्रेम और भाईचारे के साथ एक संस्था को आगे ले जाना आसान कार्य नहीं है, लेकिन उसमें उन्होंने अत्यंत कुशलता दिखाई है। इतना ही नहीं, विश्वविद्यालय के उच्च पदों पर रहकर भी उन्होंने अपनी कार्य कुशलता को प्रकट किया है। विश्वविद्यालय के रजिस्ट्रार के रूप में, अकादमिक सदस्य के रूप में और सिंडिकेट सदस्य के रूप में भी उन्होंने अपनी कुशलता दिखाई है। साहित्य अध्ययन और अध्यापन में विशेष रुचि रखने वाली हैं डॉक्टर अजिता और निरंतर नई नई पुस्तकों को पढ़ना और उसका विश्लेषण करना और उसे आगे बढ़ाने में भी उनकी विशेष रुचि रही है। और इसी कारण से ही हिंदी पढ़ने के लिए आने वाले छात्रों को, शोध छात्रों को उनसे बड़ी प्रेरणा मिली है। उनके कार्यकाल में हिंदी विभाग के अलुमनी को सबसे सक्रिय बनाने में उनकी भूमिका रही है। ये विशेष रूप से स्मरणीय है। उनके विभागाध्यक्ष के काल में ही मुझे अलुमनी के सचिव के रूप में कार्य करने का अवसर मिला और अलुमनी और हिंदी विभाग को एक साथ ले जाने में, परस्पर सहयोग करने में, एकजुट होकर कार्यक्रमों के आयोजन करने में उन्होंने जो ध्यान दिया है वो विशेष रूप से सराहनीय है। और हिंदी विभाग से अब सेवानिवृत्त होने वाली डॉक्टर अजिता जी को मैं सहर्ष सभी प्रकार की शुभकामनाएं प्रदान करता हूँ। धन्यवाद। എനിക്ക് കഴിഞ്ഞ 35 വർഷങ്ങളായിട്ട് അജിതയുമായിട്ട് നല്ല അടുത്ത ബന്ധം ഉണ്ട്. ഞാൻ റിസർച്ച് ചെയ്യുമ്പോൾ അജിതയും ഞാൻ പാർട്ട് ടൈമായിട്ടും അജിത ഫുൾ ടൈമായിട്ടും അവിടെ റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കാലം മുതലുള്ള ബന്ധമാണ്. ഭരണകാര്യങ്ങളിലും അഡ്മിനിസ്ട്രേഷനിലും അധ്യാപനത്തിലും ഒരുപോലെ തന്റെ മികവ് തെളിയിച്ച വ്യക്തിയാണ് അജിത. റിട്ടയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഇനി മറ്റുള്ള മണ്ഡലങ്ങളിലേക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ള അവസരമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അജിത അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഭരണകാര്യങ്ങൾ ഇനിയില്ല, ഔപചാരികമായിട്ടുള്ള അധ്യാപനവും ഇല്ല. പക്ഷേ സാഹിത്യവും ഭാഷയും അവയ്ക്ക് കൊടുക്കേണ്ടുന്ന പലതും കൊടുക്കാൻ അജിതയ്ക്ക് കഴിയും. അക്കാര്യത്തിൽ അജിത മുന്നേറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ തനിക്ക് ഇഷ്ടപ്പെട്ട വളരെ സ്വസ്ഥതയോടുകൂടിയ, വളരെ ആരോഗ്യത്തോടുകൂടിയ ഒരു ക്രിയാത്മകമായിട്ടുള്ള, വളരെ സക്രിയമായിട്ടുള്ള ഒരു ജീവിതചര്യ ആകട്ടെ
ഈ മെയ് മാസത്തിന് ശേഷം എന്ന് ഞാൻ ആശംസിക്കുന്നു. ജഗദീശ്വരനോട് എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും അജിതയ്ക്ക് നൽകുവാനും ഇനിയുള്ള സാഹിത്യപരമായ സേവനങ്ങളിൽ മുന്നേറുവാനും ഉള്ള കഴിവുണ്ട്. അതിനുള്ള ശക്തിയും പ്രചോദനവും നൽകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. अजिता जी के साथ हमारा संबंध हमेशा आत्मीयता का रहा है। अजिता जी और उनकी पतिदेव रवि जी दोनों के साथ हमारी आत्मीयता का संबंध लगभग 32 साल पुरानी है। जब से मैं विश्वविद्यालय में छात्र के रूप में अध्ययन यात्रा शुरू किया, तब से इन दोनों से रिश्ता मेरा अटूट रहा है और अभी भी वो कायम भी है। एक प्रकार से सेवानिवृत्ति किसी भी व्यक्ति के लिए अपने संस्था से, अपने विभाग से अलगाव की प्रक्रिया है। उसी प्रकार अजिता जी भी वहाँ से अलग हो रही है, लेकिन उनके लिए ये काफी सहज और प्रेरणादायक लेखन कार्य के लिए समय दिलाने वाली प्रक्रिया भी है। अजिता जी की सेवानिवृत्ति उनको काफी लिखने, काफी अध्ययन मनन करने और हिंदी के क्षेत्र में जितने अनछुए पहलू हैं उस पर कार्य करने और हिंदी को लेकर लेखन कार्य जितने भी जब सेवा काल में कर नहीं पाए उसको पूरा करने का बहुत ही बड़ा मौका है। तो उनकी सेवानिवृत्ति के इस अवसर पर ये जो मौका आशीष वचन के लिए मुझे भी दिया गया है, उसके लिए मैं विभाग के प्रति बहुत आभार प्रकट करना चाहूँगा। एक पूर्व छात्र के रूप में मुझे जो भी मौका वहाँ का मिलता है, बहुत ही गर्व के साथ मैं और हर्ष के साथ मैं उसे स्वीकारता हूँ। यहाँ अजिता जी मेरे लिए एक दीदी समान है, तो उनके सेवानिवृत्त जिंदगी के लिए सारी शुभकामनाएं और अजिता जी को वैयक्तिक रूप से नमन की। प्रोफेसर अजिता जी की सेवानिवृत्ति पर मैं बहुत शुभकामनाएं देना चाहता हूं अपनी तरफ से, अपनी यूनिवर्सिटी की तरफ से। और हम सब जानते हैं कि केरल का नाम और कोचीन में कुसाट यूनिवर्सिटी का नाम सारे देश में उनकी वजह से हिंदी प्रेमियों के बीच में जाना गया और केरल के विद्यार्थियों में और शिक्षकों में जो हिंदी के प्रति उत्साह देखने को मिलता है साउथ इंडियन स्टेट्स में सबसे अधिक, उसमें भी प्रोफेसर अजिता जी ने एक बड़ी भूमिका निभाई। और आज जब वो सेवानिवृत्ति की आयु पूरी कर रही हैं तो मैं उन्हें शुभकामनाएं देना चाहता हूं, लेकिन साथ में ये भी कहना चाहता हूं कि एक शिक्षक उसी तरह से होता है जैसे कोई पत्रकार होता है या कोई डॉक्टर होता है या कोई नेता होता है, तो वो आजीवन शिक्षक ही रहेंगे और वो हमेशा विद्यार्थियों को प्रेरित करती रहेंगी, हिंदी से जोड़ती रहेंगी, ऐसी मुझे पूरी उम्मीद है। और ये सेवानिवृत्ति केवल एक मुकाम है जिसको उन्होंने आज पूरा किया है, एक आयु का पड़ाव है और मुझे पूरी उम्मीद है कि वो आगे भी स्वस्थ रहें और उनको आने वाले जीवन के लिए शुभकामनाएं। हेलो अजिता, आपके रिटायरमेंट के संदर्भ में वीडियो द्वारा आपसे मिलना सुखद है कि दुखद है समझ में नहीं आ रहा है। आप एक बेहतरीन अकादमिक हैं, बेहतरीन प्रशासन का कार्य करती हैं और एक बहुत बेहतरीन इंसान हैं और मेरी परम मित्र हैं। सेवानिवृत्ति के इस क्षण में आप आगे भी काम करना चाहती हैं, ये आपने इच्छा जताई और मैं चाहूँगी कि आप हमेशा सक्रिय रहें। और सेवानिवृत्ति तो सिर्फ एक स्तर है, एक और इनिंग है, तो आप इसे ज़रूर एंजॉय करेंगी। बाय अजिता, मिलते हैं। प्रोफेसर अजिता जी के साथ पिछले 2 दशकों से जो विभिन्न ग्रुपों में कार्य करने का हमें अवसर प्राप्त हुआ, जहां संगोष्ठियों में आपके साथ विचार विमर्श का जो अवसर प्राप्त हुआ, वहीं आपके गंभीर और विद्वतापूर्ण प्रतिमानों की स्थापना के लिए प्रयासरत अध्यापक के रूप को भी देखा है। दूसरी ओर विद्यार्थियों के प्रति आपने आत्मीयता और ममत्व का भाव देखा है, तो शोधार्थियों में उनके भविष्य के निर्माण की दूरदर्शिता का जो रूप देखने को मिला है। अध्यापकों के साथ
आपका जो व्यवहार स्नेहपूर्ण और आत्मीय व्यवहार रहा है, वहीं जो है संगोष्ठियों में उन्हें प्रेरित करते हुए और उन्हें आगे बढ़कर प्रतिभागिता निभाने के लिए जो है उत्साहवर्धन करते हुए भी देखा है। और अजीता जी के निर्णयों में हमने विशेषकर भावी पीढ़ी के भविष्य निर्माण का लक्ष्य पाया है और वे दृढ़तापूर्ण निर्णय लेती हैं और न केवल निर्णय लेती हैं बल्कि उन निर्णयों को लागू करने में वो सक्षम रही है। और यही कारण है कि उनके व्यक्तित्व से हमें बहुत कुछ सीखने को मिला है। जैसे मुझे उनके व्यक्तित्व का एक गुण सबसे ज़्यादा प्रभावित करता है, वो बहुत ही संयमशील रही हैं और उनके व्यवहार में हमने जो संयम देखा है वो हमें सीखने के लिए प्रेरित करता है। और हम चाहेंगे कि सेवानिवृत्ति के अवसर पर वे अपने स्वास्थ्य को ध्यान देते हुए जो है सुखद पारिवारिक जीवन व्यापन करें और साथ ही साथ अध्ययन के क्षेत्र में वह जो है जुड़े रहें, क्योंकि वे अध्ययन के क्षेत्र में उन्होंने बहुत कुछ जो है महनीय योगदान दिया है। और हम चाहते हैं कि वे अपने जीवन साथी के साथ जो सुखद जीवन व्यापन के साथ साथ अध्ययन के क्षेत्र में या जो है विभिन्न प्रकार के महनीय कार्यों के द्वारा भावी पीढ़ी का मार्गदर्शन करने की दिशा में प्रयासरत रहे। अतः इस शुभ अवसर पर मैं पुनः उनके प्रति हार्दिक आभार व्यक्त करता हूँ और शुभकामनाएं देता हूँ। प्रोफेसर अजीता जी वरिष्ठ प्रोफेसर रही हैं। सरल, स्नेही और काफ़ी मिलनसार आपका व्यक्तित्व हमेशा से ही प्रभावित करता रहा है। अनुशीलन विभागीय पुस्तक पत्रिका के माध्यम से हमारी लंबी बातचीत होती रही है। आपने कुशलतापूर्वक संपादन कार्य किया है। सभी कार्य समय पर हो जाना चाहिए, ये आपकी प्रशासनिक कार्य कुशलता का परिचय देता है। ऐसे मौके पर मैं आपके अच्छे स्वास्थ्य, आरामदायक जीवन और साहित्य में निरंतर किसी न किसी रूप में आप हमसे जुड़ी रहें, इस मनोकामना को और संकल्पबद्ध होकर आप हम सब के लिए प्रेरणादायिनी बन सकें, इस आशा के साथ, इस अभिलाषा के साथ आपकी सेवानिवृत्ति का जो नया अध्याय जुड़ रहा है, उन सब की मनोकामना करती हूँ। नमस्कार अजीता जी, आप सेवानिवृत्त होने जा रही हैं। जीवन की एक बड़ी पारी आपने खेली, बहुत सफलतापूर्वक, न केवल अकादमिक दृष्टि से बल्कि साहित्यिक दृष्टि से, एक अच्छे अध्यापिका के रूप में, एक अच्छी साथी के रूप में, एक अच्छे जीवन साथी के रूप में अपने जीवन का एक लंबा समय निकाला है। मैं आपको अपनी ओर से ढेर सारी शुभकामनाएं देती हूँ कि आपके आगे आने वाला समय अकादमिक दृष्टि से, साहित्यिक दृष्टि से, आपके पर्सनल जीवन की दृष्टि से बहुत सफल हो, सक्षम हो, स्वस्थ हो। आप और रवि जी आगे आने वाला समय साथ साथ स्वस्थ और सुरक्षित और एक दूसरे के साथ और सृजनात्मक होकर बिताएं और हम जैसे लोगों का मार्गदर्शन करते रहें। मैं आपके इस बड़े दिन पर आपको बहुत बहुत शुभकामनाएं देती हूँ और उम्मीद करती हूँ कि आप इस दूसरी पारी में और अधिक सक्रिय होंगी और बेहतर काम करेंगी और आपके छात्र जो आपको इतना प्यार करते हैं, आपको इस तरीके से याद कर रहे हैं और आपके इस समय को और यादगार बना रहे हैं। मैं उम्मीद करती हूँ कि आपके छात्र न केवल यूँ ही आपसे जुड़े रहेंगे बल्कि आने वाले समय में आपके संबल बनेंगे। मैं आपको आपके इस दिन के लिए, सेवानिवृत्ति के लिए और जीवन की एक नई शुरुआत करने के लिए बहुत बहुत बधाई देती हूँ। आपको मेरी ओर से बहुत बहुत शुभकामनाएं। धन्यवाद। नमस्ते अजीता मैम। जब एक प्राध्यापक, आचार्य अपनी सेवाओं को दे करके संस्था से विदा लेते हैं या जाते हैं तो वो अपने साथ कई पीढ़ियों को दे करके तब जाते हैं और उनके सिखाए हुए संस्कार, गुण, आचार, विचार कई कई वर्षों तक उनके छात्र उसका स्थानांतरण एक जगह से दूसरे जगह तक लेन देन होता ही रहता है। और आप जैसी कुशल आचार्य बहुत ही जो सौभाग्यशाली हैं उनको मिली हैं और उन्हीं सौभाग्यशाली में से एक मैं भी हूँ कि आपने बड़ी बहन होने के नाते मुझे बहुत कुछ सिखाया है। सरल स्वभाव कैसे रखना है, कर्मठ महिला शक्ति कैसे होनी चाहिए, सबके साथ मिलजुल करके कैसे रहना है, ये सारी चीज़ें मैंने आपसे सीखी हैं।
शायद सेवानिवृत्ति होने के बाद आप जो समय परिसर को देती थी वो परिवार को देंगी, और सिखाने वालों की एक जो श्रेणी है उसमें क्षय हो जाएगा, उसमें कमी आ जाएगी। इसलिए थोड़ा सा दुख है। लेकिन ये कि आपने जितना भी कोची विश्वविद्यालय हिंदी विभाग के लिए किया है वह कई कई वर्षों तक, कई कई पीढ़ियों तक याद रखा जाएगा। सेवानिवृत्ति के बाद आपका जो अब प्रमुख कार्य है, अब आपको सामाजिक दायित्वों की ओर आगे बढ़ना है और बहुत सारे नेक कार्य करने हैं परिसर के दायित्वों से हट करके। और मुझे पूरा विश्वास है कि जितना आपने परिसर में किया है उससे अधिक आप सामाजिक दायरे में कार्य करेंगे। आपके कुशल स्वास्थ्य की बहुत बहुत शुभकामना और नमस्ते। അജിത ടീച്ചർ ഞാനും തമ്മിൽ പരിചയപ്പെടുന്നത് 2007 കുസാറ്റിലെ ഒരു സെമിനാറിന് പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ വിമൻസ് കോളേജിൽ നിന്ന് പോകുന്ന സമയത്താണ് ടീച്ചറിനെ അവിടെ വെച്ച് പരിചയപ്പെടുന്നത്. വളരെ സൗമനസ്യത്തോടുകൂടി വളരെ സൗഹാർദ്ദമായി അന്ന് പെരുമാറിയ ടീച്ചറിനെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അന്ന് തുടങ്ങിയ ഞങ്ങളുടെ സൗഹൃദം നാൾക്ക് നാൾ അതിൻ്റെ മാറ്റു കൂടിയിട്ടേയുള്ളൂ, അതിൻ്റെ മധുരം ഏറിയിട്ടേയുള്ളൂ. ടീച്ചറിനോട് ഒരു സുഹൃത്ത് എന്നതിലുപരി ഒരു മുതിർന്ന സഹോദരിയോട് തോന്നുന്ന സ്നേഹവും ബഹുമാനവുമാണ് എന്നും എൻ്റെ മനസ്സിൽ. സ്കൂൾ കാലഘട്ടത്തിൽ ടീച്ചർ എൻ്റെ ചേച്ചിയോടൊപ്പമാണ് പഠിച്ചിരുന്നത് കോട്ടൺ ഹിൽ സ്കൂളിൽ. അത് ടീച്ചർ തന്നെ എന്നോടൊരിക്കൽ പറഞ്ഞിരുന്നതാണ്. അതിനുശേഷം പല കാര്യങ്ങളിൽ ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി. ടീച്ചർ അവിടെ കുസാറ്റിലുള്ള സെമിനാറിൽ ഞാൻ പോകാറുണ്ട്, ടീച്ചറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ടീച്ചറും സാറുമായിട്ട് രവി സാറുമായിട്ടും എനിക്ക് വളരെ നല്ല ബന്ധമാണുള്ളത്. അതേപോലെ തന്നെ ടീച്ചർ നമ്മുടെ വിമൻസ് കോളേജിൻ്റെ അലുമിനിയാണ്. അപ്പോൾ വിമൻസ് കോളേജിലെ ഏത് സെമിനാറിനും ടീച്ചർ ഒരു അവിഭാജ്യ ഘടകമാണ്. ടീച്ചർ പിന്നീട് കുസാറ്റിലെ പ്രൊഫസറായി, രജിസ്ട്രാറായി, ഇങ്ങനെ ടീച്ചറുടെ കരിയർ ഗ്രാഫ് വളരെയധികം ഉയർന്നു. അത്ര തിരക്കേറിയ ആ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോഴും ഞങ്ങളൊരു സെമിനാറിന് വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ തിരക്കും മാറ്റിവെച്ച് ആ തിരക്കിനിടയിലും കഴിയുമെങ്കിൽ ടീച്ചർ ആ സെമിനാർ അറ്റൻഡ് ചെയ്യാനായിട്ട് ടീച്ചർ വരാറുണ്ട്. അതുമാത്രമല്ല, ഞങ്ങളുടെ വിമൻസ് കോളേജിലെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ അലുമിനിയും കൂടെയാണ് ടീച്ചർ. അപ്പോൾ ഹിന്ദി അലുമിനിയുടെ വർഷം കൂടുമ്പോഴും ടീച്ചറിനെ വിളിച്ച് പറയുമ്പോൾ ടീച്ചർ അതിന് കൃത്യമായിട്ട് ചില നിർദ്ദേശങ്ങളും തരും. ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയും. അത് മാത്രമല്ല, നിർദ്ദേശങ്ങൾ അവിടെ ഇരുന്ന് പറയുന്നത് മാത്രമല്ല, ടീച്ചർ വരികയും ചെയ്യും അലുമിനി മീറ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ടീച്ചറിൻ്റെ മുതിർന്ന ഗുരുനാഥന്മാരെ കാണാനായിട്ട് വല്ലാത്തൊരു ആഗ്രഹത്തോടു കൂടിയാണ് ടീച്ചർ ഓടി വരുന്നത്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഈ ഇന്നത്തെ ജനറേഷൻ കണ്ടു പഠിക്കേണ്ട ചില കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ടീച്ചറിൻ്റെ ഏറ്റവും വലിയ വിശേഷതയായിട്ട് ഞാൻ കരുതുന്നത് ടീച്ചറിന് എന്ത് കാര്യത്തിനും ഉറച്ച നിലപാടുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല, ആ നിലപാട് എല്ലാവരുടെ മുമ്പിലും പറയാനും ടീച്ചറിന് ഒരു മടിയുമില്ല. നല്ല ധൈര്യത്തോടു കൂടി ടീച്ചർ തൻ്റെ നിലപാട് എല്ലാവരുടെ മുമ്പിലും വെക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുതന്നെയാണ് ടീച്ചറിനെ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിയത്. ടീച്ചറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഞാൻ കരുതുന്നതും അതുതന്നെയാണ്. നല്ല ഒരു വാഗ്മിയാണ്, നല്ലവണ്ണം സംസാരിക്കാൻ കഴിവുള്ള ഒരാളുമാണ്. ടീച്ചർ എന്ത് കാര്യം പറയുമ്പോഴും ടീച്ചർ ആ ചിരിച്ചുകൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. ഈ വിരമിക്കുന്ന വർഷം ടീച്ചറിന് ആശംസ നേരാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്കൊരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതുകയാണ്. ഒരു യാദൃച്ഛികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം തന്നെയാണ് ഞാനും റിട്ടയർ ആവുന്നത്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് റിട്ടയർ ആകുന്നു എന്ന് പറയാൻ എനിക്ക് വളരെ ഒരു സന്തോഷവുമുണ്ട്. പ്രിയപ്പെട്ട അജിത ടീച്ചർ, ഞാൻ ടീച്ചറിന് എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. ടീച്ചർ ഹിന്ദി ലാംഗ്വേജും ലിറ്ററേച്ചറും വിട്ട് ടീച്ചറിന് മറ്റൊരു ലോകമില്ല. അപ്പോൾ ഹിന്ദി സാഹിത്യത്തിന് വേണ്ടി ടീച്ചർ ഇനിയുള്ള സമയം ഈ പറഞ്ഞ സമയബന്ധിതമല്ലാത്ത രീതിയിൽ ടീച്ചറിന് ചെലവഴിക്കാൻ കഴിയും. വിശ്രമമില്ലാതെ തന്നെ ഹിന്ദി സാഹിത്യത്തിനും ഹിന്ദി ഭാഷയ്ക്കും വേണ്ടി ടീച്ചറിൻ്റെ സംഭാവനകൾ ഇനിയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാവർക്കും. അതിനുള്ള ആരോഗ്യവും അതിനുള്ള സമാധാനവും സന്തോഷവും ടീച്ചറിന് ഉണ്ടാകട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ആശംസിക്കുന്നു. नमस्कार। प्रोफेसर के अजिता जी अपनी लंबी अध्यापकीय सेवा के बाद इस महीने में सेवानिवृत्त हो रही है। जैसे हम जानते हैं, अध्यापन के क्षेत्र में, प्रशासन के क्षेत्र में, लेखन के क्षेत्र में प्रोफेसर अजिता जी ने अपनी
क्षमता का परिचय दिया है। बहुत ही मिलनसार व्यक्तित्व की धनी प्रोफेसर अजिता जी औपचारिक सेवा से अभी निवृत्त हो रही है, लेकिन हम जानते हैं कि उन्होंने अभी तक जितनी हिंदी की सेवा की है, साहित्य की सेवा की है, वो सेवा आगे भी मिलती रहेगी, ये मैं इस अवसर पर कामना करता हूँ, क्योंकि लेखन का क्षेत्र, अनुवाद का क्षेत्र बहुत ही विशाल है और प्रोफेसर अजिता जी औपचारिक सेवानिवृत्ति के बाद भी बहुत सारे इस तरह के काम कर सकती है। इसीलिए सारस्वत साधना से जुड़े रहने की कामना मैं कर रहा हूँ। विभाग की अध्यक्षा के रूप में, डीन के रूप में, रजिस्ट्रार के रूप में, सिंडिकेट सदस्य के रूप में और अन्य अकादमिक समितियों में अध्यक्षा के रूप में या सदस्य के रूप में उन्होंने बहुत बड़ी अपनी सेवा भी की है, अपनी क्षमता का भी परिचय दिया है। इसलिए हिंदी विभाग के लिए, कोचिन विश्वविद्यालय के लिए उनकी सेवानिवृत्ति अवश्य ही बहुत बड़ा नुकसान है, लेकिन मैं समझता हूँ कि ये औपचारिकता निमित्त हमें सेवानिवृत्त होना है, लेकिन हिंदी की दुनिया बहुत ही विशाल है और उसके साथ ही वे हिंदी की विशाल दुनिया के साथ और साहित्य की दुनिया के साथ, अनुवाद की दुनिया के साथ और अन्य संस्थाओं से वे जुड़े रहेंगी और अपना साहित्यिक और व्यक्तिगत भविष्य वो सार्थक बना पाएंगी और अपने पूरे परिवार के लिए और प्रोफेसर अजिता के लिए, प्रोफेसर अजिता जी के लिए मैं इस अवसर पर हार्दिक शुभकामनाएं दे रहा हूं। उनका भविष्य स्वस्थ एवं उज्जवल रहे, इसी कामना के साथ मैं शब्दों का विराम ले रहा हूं। धन्यवाद, नमस्कार। She is the backbone of Hindi department, driving its success with her leadership and dedication. She stands as the pinnacle, guiding and shaping its direction. Within the realm of this department, she reigns supreme, commanding respect and admiration from colleagues. अपने करियर के लिए, हिंदी विभाग के लिए इतना समय और ऊर्जा समर्पित की हैं और अब ये आपके मेहनत के फल का आनंद लेने का समय है। आप नए जुनून पाए, नई यादें बनाए और जीवन की पेशकश का आनंद लें। एक सुखद सेवानिवृत्ति की शुभकामनाएं। तकरीबन 2006 से एज ए टीचर से मेरा परिचय रहा है। वे मेरे लिए गुरु समान ही है, बड़ी दीदी के बराबर ही है। खास बात तो यह है कि हम दोनों के शोध गुरु, शोध निर्देशिका जो है रिटायर्ड प्रोफेसर डॉक्टर शेमी मलियार जी हैं। इन दोनों का मार्गदर्शन में रहने का मुझे अवसर प्राप्त हुआ है और यहाँ गत 6 महीने से मैं कार्यरत हूँ और इसी के हिसाब से जो है टीचर के साथ रहकर बहुत कुछ सीखने का, पढ़ने का, उनके साथ मिलकर काम करने का जो अवसर मुझे प्राप्त हुआ है। अध्यापन के अलावा जो है प्रशासनिक कार्यों में उनकी जो दक्षता जो है बेहद महीन है और अनुकरणीय है और इस विभाग के गौरवान विरासत को आगे बढ़ाने में उनकी अहम भूमिका रही है। ऐसे अनुभवी, कर्मठ, निष्ठावान एवं अनुशासित शिक्षकों के साथ इस प्रकार मिलकर काम करना हकीकत में बहुत कुछ सीखने का जो अवसर हमें प्राप्त होता है।
लिहाजा उनकी सेवानिवृत्ति के इस अवसर पर अफसोस तो ज़रूर हो रहा है, मगर आगे वे हमारे विभाग की सेवा में जुड़ी रहेगी और हम सबका मार्ग निर्देशन करती रहेगी। इसी कामना के साथ मैं उन्हें बड़े आदर के साथ स्वस्थपूर्ण, शांतिपूर्ण और सृजनरत जीवन की ढेर सारी शुभकामनाएं दे रही हूँ। അജിത ടീച്ചറെ 2006 മുതൽ എനിക്കറിയാം. ടീച്ചറുടെ ഗൈഡ് തന്നെയാണ് എൻ്റെ ഗൈഡും. അപ്പോൾ ഷെമി ടീച്ചർ റിട്ടയർമെൻറ്റും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 2006 ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ടീച്ചറുടെ സൗഹൃദവും സ്നേഹവും ഒക്കെ അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. 2015 ഞാനൊരു സഹപ്രവർത്തകനായി വന്നപ്പോഴും ആ പെരുമാറ്റത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അന്നും ഇന്നും ഒപ്പം ഞങ്ങളെ ചേർത്ത് നിർത്താനും മുന്നോട്ട് കൊണ്ടുവരുവാനും ടീച്ചർക്കുള്ള കഴിവ് വളരെ ആദരം അർപ്പിക്കുന്ന കഴിവാണ്. അപ്പോൾ ടീച്ചറുടെ ആ കഴിവിൻ്റെ മുന്നിൽ ഞാൻ നമസ്കരിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ചേർത്ത് കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള വ്യക്തിത്വം സമൂഹത്തിൽ വളരെ കുറവാണ്. മാത്രമല്ല ടീച്ചറിൽ കാണുന്ന മറ്റൊരു ഗുണം ക്ഷമയാണ്. എല്ലാം മനസ്സിലാക്കി തനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ പോലും ക്ഷമയോടെ കാണാനും സഹിക്കാനുമുള്ള കഴിവ്, അതും മറ്റുള്ളവരിൽ അത്തരം കഴിവുകൾ കുറവാണ്. അപ്പോൾ ഈ രണ്ട് കഴിവും ടീച്ചറുടെ ഏറ്റവും നല്ല ഗുണങ്ങളിലൊന്നായി ഞാൻ കാണുന്നു. ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുവന്നതിൽ ടീച്ചറുടേതായ പങ്ക് മഹത്തരമാണ്. 2 ഘട്ടങ്ങളിലായി ടീച്ചർ ഇവിടെ ഹെഡായിട്ടുണ്ട്, ഡീനായിട്ടുണ്ട്, ഇത്ര രജിസ്ട്രാറായിട്ടുണ്ട്. ഇതൊക്കെ കിട്ടിയ ആളുകൾ, ഈ അധികാരങ്ങളൊക്കെ കിട്ടി 2 പ്രാവശ്യവും കിട്ടിയ ആളുകൾ ചുരുക്കമാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ടീച്ചർക്ക് കിട്ടിയ ആ ആദരവ്, ടീച്ചർക്ക് കിട്ടിയ അംഗീകാരം ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഒത്തിരി മഹത്തരമാണ്. അപ്പോൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒപ്പം നിൽക്കുന്ന ഈ ടീച്ചർക്ക് റിട്ടയർമെൻറ്റ് ലൈഫ് അത്യന്തം സന്തോഷകരമാകട്ടെ എന്നും റിട്ടയർമെൻറ്റിന് ശേഷവും ടീച്ചറുടെ സ്നേഹവും വാത്സല്യവും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ടീച്ചർക്ക് എല്ലാ ആശംസകളും നേരുന്നു. 16 വർഷത്തെ സർവീസ് പൂർത്തിയാക്കി കൊച്ചി സർവകലാശാല ഹിന്ദി വകുപ്പിൽ നിന്ന് ബഹുമാനപ്പെട്ട കെ അജിത ടീച്ചർ വിരമിക്കുകയാണ്. അധ്യാപനം, ഗവേഷണം, ഭരണനിർവഹണം എന്നീ മേഖലകളിലെല്ലാം സ്തുത്യർഹമായ സേവനമാണ് ടീച്ചർ കാഴ്ചവെച്ചിട്ടുള്ളത്. അധ്യാപനത്തിൻ്റെ മേഖലയിൽ അധ്യാപനം എന്ന പ്രൊഫഷനോടും വിദ്യാർത്ഥികളോടും പൂർണ്ണമായും ആത്മാർത്ഥത നിറഞ്ഞ മനോഭാവമാണ് ടീച്ചർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഗവേഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ 20-ലധികം കുട്ടികൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. ഭരണനിർവഹണത്തിൽ രജിസ്ട്രാർ, സിൻഡിക്കേറ്റ് മെമ്പർ, ഡീൻ, വകുപ്പ് മേധാവി എന്നീ നിലകളിലെല്ലാം തന്നെ ടീച്ചർ എല്ലാവർക്കും ഒരു സ്വീകാര്യമായ രീതിയിലുള്ള കാര്യമാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ പദവികളിലും അധ്യാപനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും അതോടൊപ്പം ഈ ഭരണനിർവഹണത്തിൻ്റെയും മേഖലയിൽ ടീച്ചറുടെ കയ്യൊപ്പ് പതിയാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയും. ഈ ഒരു വിരമിക്കുന്ന വേളയിൽ ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സുദീർഘമായ സേവനത്തിന് ശേഷം പ്രിയപ്പെട്ട അജിത ടീച്ചർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഹിന്ദി വകുപ്പിൽ നിന്നും വിരമിക്കുകയാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഭരണരംഗത്തും ഹിന്ദി വകുപ്പിൻ്റെ അക്കാദമിക മികവിലും ടീച്ചർ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. ടീച്ചറുടെ വിദ്യാർത്ഥിനിയായിരിക്കാനും 2021 മുതൽ ടീച്ചറുടെ സഹപ്രവർത്തകയായി പ്രവർത്തിക്കാനുമുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. റിട്ടയർമെൻറ്റിന് ശേഷവും ടീച്ചർക്ക് തൻ്റെ മേഖലയിൽ മികവ് പുലർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അജിത ടീച്ചർ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ 2006 വരുന്നത്. ടീച്ചർ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ MPhil ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീച്ചറിൻ്റെ ക്ലാസ്സിലിരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ടീച്ചറിൻ്റെ ഒപ്പം സ്റ്റുഡൻ്റായിട്ടിരിക്കുവാനും അതോടൊപ്പം തന്നെ ടീച്ചറിൻ്റെ കൂടെ അധ്യാപന വൃത്തിയിൽ ഏർപ്പെടാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തോളമായി ടീച്ചറിൻ്റെ കൂടെ വർക്ക് ചെയ്ത് വരികയാണ് ഞാൻ. ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു വ്യക്തിത്വത്തിനുടമ, നല്ലൊരു ഹൃദയത്തിനുടമ. അത് രണ്ടും പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പോൾ ടീച്ചറിൻ്റെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് ടീച്ചർ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വിരമിച്ചു പോകുന്നതിൽ. പക്ഷേ ടീച്ചറുടെ സാന്നിധ്യം ഞങ്ങളെപ്പോൾ ആവശ്യപ്പെട്ടാലും ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. ഈ ഒരു അവസരത്തിൽ ടീച്ചറിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിലേക്കുള്ള എല്ലാവിധ ഭാവുകങ്ങളും
എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ഹിന്ദിയിൽ വർഷങ്ങളോളം അധ്യാപികയായി സീനിയർ പ്രൊഫസർ, HOD, രജിസ്ട്രാർ തുടങ്ങിയ പദവിയിൽ നിന്നും സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന അജിത ടീച്ചറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. റിട്ടയർമെൻറ്റ് ജീവിതം തുടർന്നും വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും ധാരാളം വിജ്ഞാനം പകരട്ടെ എന്നും ആശംസിക്കുന്നു. ഞാൻ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ 2018 മുതൽ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ശശിധരൻ സാറായിരുന്നു ആദ്യത്തെ HOD. അത് കഴിഞ്ഞ് അജിത ടീച്ചർ വന്നു. ഈ 2 ഹെഡ്സിൻ്റെ കീഴിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ടീച്ചറുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിളായിരുന്നു. ടീച്ചർ വളരെ കോൺഫിഡൻ്റ് ആണ്. പിന്നെ ഇഷ്യൂസിനോടൊക്കെ ഓഫീസിലെ സ്റ്റാഫിനോടും എല്ലാവരോടും ഒരു ഫ്രണ്ട്ലി അപ്രോച്ചായിരുന്നു. അതൊക്കെ നമുക്ക് ഇൻസ്പയറിംഗ് ആയിരുന്നു, എൻകറേജിങ് ആയിരുന്നു. പിന്നെ ടീച്ചർക്ക് എല്ലാ വർക്കും ഒരു സ്പിരിറ്റോട് കൂടിയിട്ടാണ് ടീച്ചർ എടുത്തിരുന്നത്. ആ കംഫർട്ട്നെസ് നമുക്ക് ഓഫീസിൽ ഫീൽ ചെയ്തിരുന്നു. പിന്നെ നമ്മളോടൊക്കെ ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ മാതിരിയാണ് ബിഹേവ് ചെയ്തിരുന്നത്. അതും നമുക്ക് ഒരു കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. പിന്നെ ടീച്ചർ അക്കാഡമിക് ലെവലിലും അഡ്മിനിസ്ട്രേഷൻ ലെവലിലും ടീച്ചറുടെ എഫിഷ്യൻസി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ ഉള്ളത് ടീച്ചറുടെ ആ കോർഡിനേറ്റിംഗ് കപ്പാസിറ്റി. പ്രോഗ്രാംസൊക്കെ പല പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ കോർഡിനേറ്റിംഗ് കപ്പാസിറ്റി നമുക്ക് അഡ്മിറബിളാണ്. സ്പീച്ച് ഡെലിവറി ചെയ്യുന്നതിൽ ഏത് ടോപ്പിക്കായാലും ആ ടോപ്പിക്കിനെ പറ്റി ഓതൻറ്റിക്കായിട്ട് ടീച്ചർ സംസാരിക്കും. പിന്നെ ഡൈനാമിക്കാണ് ടീച്ചർ. ആ ടീച്ചറുടെ ഡൈനാമിസത്തിൽ നിന്ന് തന്നെ നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടും. എന്തൂസിയസ്റ്റിക്കാണ് ടീച്ചർ. റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യുന്നതിൽ വളരെ താല്പര്യമുള്ള ഒരു കൂട്ടത്തിലാണ് ടീച്ചർ. കുറേ ഒഫീഷ്യൽ റെസ്പോൺസിബിളായിട്ടുള്ള ഒഫീഷ്യൽ കീ പോസ്റ്റുകൾ ഹോൾഡ് ചെയ്തിരുന്നു ടീച്ചർ. പിന്നെ ടീച്ചർ ഓഫീസിൻ്റെ ഒരു പാർട്ടാണ്. എന്തെങ്കിലും വലിയ വർക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ടീച്ചർ ഓഫീസിൻ്റെ ഒരു പാർട്ടായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അത് കാരണം നമുക്ക് ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിരുന്നില്ല. ഇതാണ് എനിക്ക് ടീച്ചറെ പറ്റി പറയാനുള്ളത്. She embodies the role of a nurturing and affectionate mentor, fostering a sense of belonging and warmth among her students. With her caring demeanor and compassionate guidance, she has earned the title of a beloved mother figure to her students. പ്രിയപ്പെട്ടവരെ, ദീർഘകാലത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അജിത ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വിരമിച്ചതിന് ശേഷവും ടീച്ചറെ തേടി ഇനിയും വലിയ വലിയ അംഗീകാരങ്ങളും പദവികളും തേടിയെത്തട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ അക്കാദമിക ജീവിതത്തിലും ഏറെ സഹായങ്ങൾ ചെയ്തു തന്ന ആളാണ് ടീച്ചർ. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ അനുകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അജിത ടീച്ചർ. ഒരിക്കൽ കൂടി ടീച്ചർക്ക് ആശംസകൾ നേരുന്നു. നന്ദി. ഹായ് അജിത ടീച്ചർ. 2018 ഞാൻ ടീച്ചർ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഞാൻ MA വിദ്യാർത്ഥിനിയായിരുന്നു. ഇവിടെ ഛാത്രപരിഷത്തിൻ്റെ പ്രശ്നോത്തരി മത്സരത്തിൽ പങ്കെടുക്കാനാണ് ഞാൻ എത്തിയത്. അന്ന് ടീച്ചറിനോട് സംസാരിക്കുന്ന ആ നിമിഷങ്ങളിൽ ടീച്ചർ ഒരു നല്ല അധ്യാപിക എന്നതിലുപരി നല്ലൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു മാതൃവാത്സല്യമാണ് ടീച്ചറിൽ നിന്നും അപ്പോൾ ഫീൽ ചെയ്തത്. അതിനുശേഷം 2019 ടീച്ചറോടൊപ്പം ഗവേഷണം തുടങ്ങുമ്പോൾ ഗവേഷണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ടീച്ചർ ആവശ്യമുള്ള മാർഗനിർദ്ദേശങ്ങൾ തന്നു കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ടീച്ചർ രജിസ്ട്രാർ ആവുന്നത്. ആ തിരക്കുകൾക്കിടയിലും ടീച്ചർ രജിസ്ട്രാറിൻ്റെ ഓഫീസ് റൂമിൽ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ തരികയും ചെയ്തിരുന്നു. എത്ര തിരക്കുകൾ വന്നാലും ഗവേഷക വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ തൻ്റെ എല്ലാ വിദ്യാർത്ഥിനികളോടും എങ്ങനെ പെരുമാറണം, എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ടീച്ചറിനറിയാം. ടീച്ചർ അതിനെല്ലാം സമയം കണ്ടെത്തുമായിരുന്നു. മെയ് 30 ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അജിത ടീച്ചർക്ക് മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. Among all the roles she performed, she effortlessly fulfills the roles of both a devoted wife and a nurturing mother, epitomizing the essence of familiar love and care. Her husband, Dr. Ravi, retired professor and head, Department of Hindi, Sri Sangaracharya University of Sanskrit, is an alumni of CUSAT. She is having 2 children. Elder son Parthiv has completed BTech and MBA and is working in IT field. Younger son Amulk has completed MA English and is pursuing his studies.
പൊരിവെയിലത്ത് നടന്ന് തളർന്നു കയറി വരുമ്പോൾ തണലായിരുന്നു എനിക്കെന്നും അജിത ടീച്ചർ. Yes, of course. It's really true that Ajitha teacher was a shade to all. As we celebrate Ajitha teacher's retirement, let us hope that every tree she planted here will serve as a shade tree for future generations, bringing kindness, love, togetherness, and friendship.